യഹോവയുടെ വാതിലുകളിൽ സ്തോത്രത്തോടും അവിടുത്തെ പ്രാകാരങ്ങളിൽ സ്തുതിയോടും കൂടെ വരുവിൻ. യഹോവയ്ക്ക് സ്തോത്രം ചെയ്ത് അവിടുത്തെ നാമത്തെ വാഴ്ത്തുവിൻ. സകല ഭൂവാസികളുമായുള്ളവരെ യഹോവയ്ക്ക് ആർപ്പിടുവിൻ. സന്തോഷത്തോടെ യഹോവയെ സേവിപ്പിൻ. സംഗീതത്തോടെ അവിടുത്തെ സന്നിധിയിൽ വരുവിൻ. യഹോവ തന്നെ ദൈവമെന്നറിവിൻ. അവിടെ നമ്മെ ഉണ്ടാക്കി, നാം ദൈവത്തിനുള്ളവരാകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും കാരുണ്യവാനുമാകുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ കർത്താവേ, ശാന്തവും മനോഹരമായ ഒരു അനുഗ്രഹിക്കപ്പെട്ട വിശുദ്ധ ദിവസം പ്രഭാതം അങ്ങ് ഞങ്ങൾക്ക് പ്രദാനം ചെയ്ത് അങ്ങയുടെ സന്നിധിയിലായിരുന്നു സർവശക്തനായ ദൈവത്തെ ആരാധിക്കുവാനും മഹത്വപ്പെടുത്തുവാനും അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്തിരിക്കുന്ന ഉപകാരങ്ങൾക്കും നന്മകൾക്കും നന്ദി അർപ്പിച്ചുകൊണ്ട് സർവശക്തനായ ദൈവത്തിന്റെ തിരുസന്നിധിയിലേക്ക് ഞങ്ങൾക്ക് കടന്നു വരുവാനും തക്കവണ്ണം അങ്ങ് ഞങ്ങൾക്ക് ഇടവരുത്തിയിരിക്കുന്ന നല്ല സന്ദർഭത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങൾക്ക് ഭവനങ്ങളിലായിരുന്നു കൊണ്ട് ഇന്ന് ദൈവത്തെ ആരാധിക്കുവാൻ തക്കവണ്ണം അങ്ങ് ഞങ്ങൾക്ക് ഇടവരുത്തിയ നല്ല സന്ദർഭത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവ്, ഇന്നത്തെ ആരാധനയിൽ ഏതൊക്കെ സാഹചര്യങ്ങളിലായിരുന്നു കൊണ്ട് നിന്റെ മക്കൾ തിരുശുശ്രൂഷകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വരുന്നുവോ, അങ്ങ് നിന്റെ മക്കളെ അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആരാധനയുടെ എല്ലാ ഭാഗങ്ങളിലും അങ്ങയുടെ തിരു സാന്നിധ്യം കൂടെ ഉണ്ടായിരുന്ന് അനുഗ്രഹിച്ച് വഴി നടത്തി കാത്ത് പരിപാലിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപകളും അനുഗ്രഹങ്ങളും ധാരാളമായിട്ട് പകരണമേ. മാനവും മഹത്വം അങ്ങ് സ്വീകരിക്കണമേ. കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ദൈവനാമ സ്തുതിക്കും മഹത്വത്തിനുമായിട്ട് പാഠപുസ്തകത്തിലെ 61-ാമത്തെ ഗീതം നമുക്ക് പാടാം. പാഠപുസ്തകത്തിലെ 61-ാമത്തെ ഗീതം. എന്നുള്ളിലെന്നും വസിച്ചിടുവാൻ സ്വർഗ മണ്ഡപം വിട്ടിറങ്ങി വന്ന ഉന്നതനാം തങ്ക പ്രാവേണി വന്നെന്നിൽ എന്നും മാതി വസിക്കാം. വന്ന ഉന്നതനാം തങ്ക പ്രാവേണി വന്നെന്നിൽ എന്നും മാതി വസിക്കാം. തങ്കച്ചിറകടിയത്രമൾ കേട്ടിട്ടും ശങ്ക കൂടാതെ നിന്നെ തള്ളി സംഗീതം ഞാൻ കൂടു തന്യർക്കന്നോർത്തിത സങ്കടപ്പെട്ടിടുന്നു. തള്ളി സംഗീതം ഞാൻ കൂടു തന്യർക്കന്നോർത്തിത സങ്കടപ്പെട്ടിടുന്നു. ഈ വിധത്തിൽ പരിപാലിക്കപ്പെട്ടിടാൻ ദൈവാത്മാവേ വന്നെന്നും
ആവസിച്ചു തവ തേജസ്സാലെന്നോട് ജീവൻ പ്രശോഭിപ്പിക്കായെന്നും ആവസിച്ചു തവ തേജസ്സാലെന്നോട് ജീവൻ പ്രശോഭിപ്പിക്കാം. 99-ാം സങ്കീർത്തനം. സങ്കീർത്തനങ്ങൾ 99. യഹോവ വാഴുന്നു, ജാതികൾ വിറയ്ക്കട്ടെ. അവൻ കെരൂബുകളുടെ മീതെ വസിക്കുന്നു, ഭൂമി കുലുങ്ങട്ടെ. യഹോവ സീയോനിൽ വലിയവനും സകല ജാതികൾക്കും മീതെ ഉന്നതനും ആകുന്നു. അവൻ പരിശുദ്ധൻ എന്നിങ്ങനെ അവർ നിന്റെ മഹത്വം ഭയങ്കരവുമായ നാമത്തെ സ്തുതിക്കട്ടെ. ന്യായതൽപരനായ രാജാവിന്റെ ബലത്തെ നീ നേരോടെ സ്ഥിരമാക്കിയിരിക്കുന്നു. നീ യാക്കോബിൻ നീതിയും ന്യായവും നടത്തിയിരിക്കുന്നു. നമ്മുടെ ദൈവമായ യഹോവയെ പുകഴ്ത്തുവിൻ, അവന്റെ പാദപീഠത്തിൽ നമസ്കരിപ്പിൻ. അവൻ പരിശുദ്ധൻ ആകുന്നു. അവന്റെ പുരോഹിതന്മാരിൽ മോശയെയും അഹ്രോനെയും അവന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നവരിൽ ശമൂവേലും ഇവർ യഹോവയോട് അപേക്ഷിച്ചു. അവൻ അവർക്ക് ഉത്തരമരുളി. മേഘസ്തംഭത്തിൽ നിന്ന് അവൻ അവരോട് സംസാരിച്ചു. അവർ അവന്റെ സാക്ഷ്യങ്ങളും അവൻ കൊടുത്ത ചട്ടവും പ്രമാണിച്ചു. ഞങ്ങളുടെ ദൈവമായ യഹോവേ, നീ അവർക്ക് ഉത്തരമരുളി. നീ അവർക്ക് ക്ഷമ കാണിക്കുന്ന ദൈവവും അവരുടെ പ്രവൃത്തികൾക്ക് പ്രതികാരകനും ആയിരിക്കുന്നു. നമ്മുടെ ദൈവമായ യഹോവയെ പുകഴ്ത്തുവിൻ, അവന്റെ വിശുദ്ധ പർവ്വതത്തിൽ നമസ്കരിപ്പിൻ. നമ്മുടെ ദൈവമായ യഹോവ പരിശുദ്ധനല്ലോ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ, ആദ്യെങ്കിലും ഇപ്പോഴും എന്നേക്കും ഉള്ള പ്രകാരം തന്നെ. ആമേൻ. ഇന്നത്തേക്കായിട്ടുള്ളതായ സുവിശേഷ ഭാഗവും വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 21-ാം അധ്യായം അതിന്റെ 15 മുതൽ 17 വരെയുള്ളതായ ഭാഗങ്ങൾ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 21-ാം അധ്യായം അതിന്റെ 15 മുതൽ 17 വരെയുള്ളതായ ഭാഗങ്ങൾ. അവർ പ്രാതൽ കഴിച്ച ശേഷം യേശു സീമോൻ പത്രോസിനോട്, യോഹന്നാന്റെ മകനായ ശീമോനെ, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചു. അതിന് അവൻ, ഉവ്വ് കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നുവല്ലോ എന്നവൻ പറഞ്ഞു. എന്റെ കുഞ്ഞാടുകളെ മേയ്ക്ക എന്ന് അവൻ അവനോട് പറഞ്ഞു. രണ്ടാമതും അവനോട്, യോഹന്നാന്റെ മകനായ ശീമോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചു. അതിന് അവൻ, ഉവ്വ് കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. എന്റെ ആടുകളെ പാലിക്ക എന്ന് അവൻ അവനോട് പറഞ്ഞു. മൂന്നാമതും അവനോട്, യോഹന്നാന്റെ മകനായ ശീമോനെ, നിനക്ക് എന്നോട് പ്രിയമുണ്ടോ എന്ന് ചോദിച്ചു. എന്നോട് പ്രിയമുണ്ടോ എന്ന് മൂന്നാമതും ചോദിക്കുകയാൽ പത്രോസ് ഏറ്റവും ദുഃഖിച്ചു. കർത്താവേ, നീ സകലവും അറിയുന്നു, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നു എന്ന് അവനോട് പറഞ്ഞു. യേശു അവനോട്, എന്റെ ആടുകളെ മേയ്ക്കുക. കർത്താവേ, നീ സകലവും അറിയുന്നു, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്നും നീ അറിയുന്നു എന്ന് അവനോട് പറഞ്ഞു. യേശു അവനോട്, എന്റെ ആടുകളെ മേയ്ക്ക എന്ന് പറഞ്ഞു. ഈ സുവിശേഷ ഭാഗങ്ങൾ ദൈവം നമ്മെ സമൃദ്ധിയായി അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യട്ടെ. ആമേൻ. നമുക്ക് നമ്മുടെ വിശ്വാസം പ്രഖ്യാപിക്കാം. അപ്പോസ്തല വിശ്വാസ പ്രമാണം. ആരാധനക്രമം 22-ാം പുറം. ആരാധനക്രമം 22-ാം പുറം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. അവിടുന്ന് പരിശുദ്ധാത്മാവിനാൽ കന്യകമറിൽ ഉത്പാദിപ്പിക്കപ്പെട്ട് ജനിച്ചു. പൊന്തിയോസ് പീലാത്തോസിന് കീഴിൽ കഷ്ടപ്പെട്ടു, കുരിശിൽ തറയ്ക്കപ്പെട്ടു, മരിച്ചടക്കപ്പെട്ടു. അവിടുന്ന് മരിച്ചവരിലേക്ക് ഇറങ്ങി. 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. അവിടുന്ന് സ്വർഗത്തിലേക്ക് കയറി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവിടുന്ന് ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായം വിധിപ്പാൻ വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കാതോലിക സഭയിലും വിശുദ്ധന്മാരുടെ സംസർഗത്തിലും പാപമോചനത്തിലും മരിച്ചവരുടെ പുനരുത്ഥാനത്തിലും നിത്യ ജീവനിൽ ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. സർവശക്തനും കാരുണ്യവാനുമാകുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പരിശുദ്ധ ദിവസം കൂടെ അങ്ങ് ഞങ്ങൾക്ക് പ്രദാനം ചെയ്തതിനായി കർത്താവെ, ഞങ്ങൾ നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നു. സംഭവബഹുലമായ ഒരു ലോകത്തിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. പകർച്ചവ്യാധിയുടെ പ്രയാസങ്ങളാൽ അനേകർ വേദനപ്പെട്ടുകൊണ്ട് കഴിയുന്ന ഒരു ലോകത്തിലാണ് ഞങ്ങൾ ആയിരിക്കുന്നത്. കർത്താവെ, അപ്രകാരമുള്ള ഒരു സാഹചര്യങ്ങളുടെ മധ്യത്തിലും ഞങ്ങളെ അങ്ങ് കർത്താവ് ഇതുവരെയും കാത്തു പരിപാലിച്ചതിനായി സ്തോത്രം. സഭയായിട്ട് അങ്ങ് ഞങ്ങൾ അനുഗ്രഹിച്ച് വഴി നടത്തിയിരിക്കുന്ന നല്ല കൃപയ്ക്കായി സ്തോത്രം. ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ഞങ്ങളുടെ ദേശത്തെയും
സർവശക്തനായ ദൈവം അനുഗ്രഹിച്ച് അങ്ങ് കാത്തു പരിപാലിച്ചിരിക്കുന്ന നല്ല കൃപയ്ക്കായി നന്ദി അർപ്പിക്കുന്നു. അങ്ങ് ഞങ്ങൾ അനുഗ്രഹിച്ച് വഴി നടത്തിയിരിക്കുന്ന വലിയ കൃപകളെ കർത്താവെ ഞങ്ങൾ ഓർക്കുന്നതോടൊപ്പം തന്നെ വേദനയിലും ഭാരങ്ങളിലും പ്രയാസങ്ങളിലും പകർച്ചവ്യാധികളുടെ പ്രയാസങ്ങളാലും ഒക്കെ ഭാരപ്പെട്ടുകൊണ്ടായിരിക്കുന്ന പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ ഈ സമയം ഓർക്കുന്നു. സർവശക്തനായ ദൈവം അങ്ങ് അനുഗ്രഹിക്കണമേ, അവർക്ക് സൗഖ്യം നൽകണമേ, ആശ്വാസം നൽകണമേ. അതോടൊപ്പം തന്നെ കർത്താവെ അവരെ ശുശ്രൂഷിക്കുന്ന ആരോഗ്യ പ്രവർത്തകരായി, ഡോക്ടർമാരായി, നേഴ്സുമാരായി അവരൊക്കെ ഞങ്ങൾ ഈ സമയം ഓർക്കുന്നു. സർവശക്തനായ ദൈവം അങ്ങ് നിന്റെ മക്കളെ അനുഗ്രഹിക്കണമേ. അവരെ ശരിയായി ശുശ്രൂഷിക്കുവാൻ തക്കവണ്ണമുള്ള കൃപകള്, കഴിവുകള്, അനുഗ്രഹങ്ങളൊക്കെ നിന്റെ മക്കൾക്ക് നൽകി അങ്ങ് വഴിനടത്തി കാത്തു പരിപാലിക്കണമേ. അപ്രകാരം തന്നെ കർത്താവെ നിയമപാലകരായി, ഭരണാധികാരികളായി ഈ നാളുകളിൽ കർത്താവെ വളരെയധികം ത്യാഗപൂർണമായി പ്രവർത്തിച്ചുകൊണ്ടായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെ ദൈവം തമ്പുരാനെ അനുഗ്രഹിക്കണമേ. നിന്റെ മക്കളുടെ പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ തക്കവണ്ണം സർവശക്തനായ ദൈവം അങ്ങ് അനുഗ്രഹിച്ച് കാത്തു പരിപാലിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഞങ്ങളുടെ സമീപ പ്രദേശങ്ങളിലൊക്കെ പലർക്കും ഈ പ്രകാരമുള്ള പകർച്ചവ്യാധിയുടെ പ്രയാസങ്ങളാല് പലരും ഭാരപ്പെട്ടുകൊണ്ടായിരിക്കുന്നു എന്നുള്ളതായ കാരണങ്ങളാൽ ഞങ്ങൾക്ക് ഇന്ന് ഭവനങ്ങളിലായിരുന്നു കൊണ്ട് ആരാധനയിലൂടെ കർത്താവിന്റെ അരികിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം അങ്ങ് ഞങ്ങൾക്ക് ഇടവരുത്തിയ നല്ല കൃപയ്ക്കായി നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. കർത്താവെ ഞങ്ങൾ സുരക്ഷിതരായി ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിൽ ആയിരിക്കാൻ തക്കവണ്ണം കർത്താവെ അങ്ങ് ഞങ്ങൾക്ക് ഇടവരുത്തണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഗവൺമെന്റ് നൽകുന്നതായ നിർദ്ദേശങ്ങൾക്ക് അനുസൃതമായി കർത്താവെ ഞങ്ങൾ ആയിരിക്കാൻ തക്കവണ്ണം സർവശക്തനായ ദൈവം അങ്ങ് ഞങ്ങൾക്ക് ഇടവരുത്തണമേ. ആലയത്തെ അനുഗ്രഹിക്കണം. ആലയത്തിലുള്ള എല്ലാ കുടുംബങ്ങളെയും സർവശക്തനായ ദൈവം അങ്ങ് അനുഗ്രഹിച്ച് കാത്തു പരിപാലിക്കണം. ഈ ഒരാഴ്ചപ്പെട്ട കാലം അങ്ങ് നിന്റെ മക്കൾ എല്ലാവരെയും അനുഗ്രഹിക്കണം. വിവിധങ്ങളായ ആവശ്യങ്ങളോടുകൂടെ ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും സർവശക്തനായ ദൈവം അങ്ങ് അനുഗ്രഹിച്ച് കാത്തു പരിപാലിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപ കൂടെ ഉണ്ടാകുന്ന വഴി നടത്തണം. ശാരീരികമായി പല പ്രയാസങ്ങളോടുകൂടെ ആയിരിക്കുന്നവരെയും ഞങ്ങൾ ഓർക്കുന്നു. ദൈവമേ അങ്ങ് അനുഗ്രഹിക്കണമേ. വരുന്ന പരിശുദ്ധ ദിവസം വരെയും അങ്ങയുടെ കരങ്ങളിൽ ഞങ്ങൾ സുരക്ഷിതരായിരിക്കാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം അങ്ങ് ഞങ്ങൾക്ക് ഇടവരുത്തുകയും ചെയ്യണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളാലും നിറയ്ക്കണമേ. മാനവമഹത്വം സ്വീകരിക്കണമേ. യേശു രക്ഷകന്റെ പരിശുദ്ധമുള്ള നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം വിശുദ്ധീകരിക്കപ്പെടണമേ. തിരുരാജ്യം വരണമേ. തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ പരീക്ഷയിൽ കിടത്താതെ സകല ദോഷങ്ങളിൽ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേക്കുള്ളതല്ലോ. ആമേൻ. ദൈവത്തിന്റെ പരിശുദ്ധമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു വിശുദ്ധ ദിവസം സർവശക്തനായ ദൈവം നമുക്ക് പ്രദാനം ചെയ്തു. അപ്രതീക്ഷിതമായുള്ള സാഹചര്യങ്ങളിലൂടെ ഇന്ന് ഭവനങ്ങളിലായിരുന്നു കൊണ്ട് മീഡിയയിലൂടെ ദൈവത്തെ ആരാധിക്കുവാനുള്ള സാഹചര്യമാണ് നമുക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്നത്. ഭവനങ്ങളിലായിരുന്നു കൊണ്ട് ആരാധനയിൽ പങ്കെടുത്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും യേശു കർത്താവിന്റെ നാമത്തിലുള്ളതായ സ്നേഹവന്ദനങ്ങൾ ഞാൻ ഈ സമയം അറിയിക്കട്ടെ. നമുക്ക് ഇന്നത്തെ വിശുദ്ധ ദിവസം ചിന്തയ്ക്ക് ആധാരമായി നൽകിയിരിക്കുന്നത് പട്ടത്വ ശുശ്രൂഷ രൂപാന്തരപ്പെടുത്തുവാൻ വേണ്ടി രൂപാന്തരപ്പെട്ടവർ എന്നുള്ളതാണ്. അതിനോടനുബന്ധിച്ചുള്ളതായ പാഠഭാഗങ്ങളിൽ ഒരു ഭാഗമാണ് വായിച്ചു കേൾക്കുവാൻ തക്കവണ്ണം ഇടയായത്. എഗസ്കേൽ പ്രവാചകന്റെ പുസ്തകം 33-ാം അധ്യായം അതിന്റെ 1 മുതൽ 9 വരെയുള്ളതായ വാക്യങ്ങളും, തീമോഥെയോസിന്റെ 1-ാം ലേഖനം 3-ാം അധ്യായം അതിന്റെ 1 മുതൽ 13 വരെയുള്ളതായ വാക്യങ്ങളും, യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായം അതിന്റെ 15 മുതൽ ഉള്ളതായ വാക്യങ്ങളുമാണ് നമുക്ക് ഇന്നത്തേക്ക് ആധാരമായി നൽകപ്പെട്ടിരിക്കുന്നതായ ഭാഗങ്ങൾ. ഈ ഭാഗം വായിക്കുന്നതായ സന്ദർഭത്തിൽ തന്നെ പഴയ നിയമത്തിൽ എഗസ്കേൽ പ്രവാചകനെ ദൈവം തന്റെ ശുശ്രൂഷയ്ക്കായി നിയോഗിക്കുന്നത് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. എഗസ്കേൽ പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം എഗസ്കേൽ പ്രവാചകൻ മാത്രമല്ല, ഒരു പുരോഹിതനും കൂടെ ആയിരുന്നു എന്നുള്ളത് തിരുവചനം വായിക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് കാണുവാൻ തക്കവണ്ണം കഴിയുന്നു. സുവിശേഷ ഭാഗം നമ്മൾ വായിച്ചു കിട്ടതായ സുവിശേഷ ഭാഗം നാം നോക്കുമ്പോൾ യേശു കർത്താവ് തന്റെ ശുശ്രൂഷ കർത്തവ്യം അല്ലെങ്കിൽ ഒരു ശുശ്രൂഷ പത്രോസിനെ ഏൽപ്പിക്കുന്നത് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. 3 പ്രാവശ്യം പത്രോസ് അപ്പോസ്തലൻ യേശു കർത്താവിനെ തള്ളിപ്പറഞ്ഞുവെങ്കിലും യേശു കർത്താവ് തന്നെ ശുശ്രൂഷയ്ക്കായിട്ട് നിയോഗിക്കുന്നതായ സന്ദർഭത്തിൽ 3 പ്രാവശ്യം ചോദിക്കുമ്പോഴും ആ ചോദ്യത്തിന് ഉത്തരം വളരെ സ്നേഹത്തോടെ, ആ ദൗത്യം വളരെ പരിപാലനമായ രീതിയിൽ
ആ ഒരു കർത്തവ്യം ഏറ്റെടുക്കുന്നത് നമുക്ക് അവിടെ കാണുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. എന്റെ ആടുകളെ മേയ്ക്കുക, എന്റെ ആടുകളെ പാലിക്കുക എന്ന് പറയുന്നതായ സന്ദർഭത്തിൽ കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് പറയുന്നതായ മറുപടി നമുക്ക് അവിടെ കാണുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. ലേഖന ഭാഗം ഒരു ശുശ്രൂഷകൻ എപ്രകാരമുള്ളവനായിരിക്കണം എന്നുള്ളത് ലേഖന ഭാഗത്തിൽ വളരെ വ്യക്തമായിട്ട് ഓർപ്പിക്കുന്നതും നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. വിളിച്ചവന്റെ സദ്ഗുണങ്ങളെ ഘോഷിക്കുവാൻ തക്കവണ്ണം ദൈവം മനുഷ്യരെ രാജകീയ പുരോഹിത വർഗമായി, വിശുദ്ധ വംശമായി, സ്വന്തം ജനമായി ഒക്കെ വിളിച്ചു വേർതിരിച്ചിട്ടുണ്ട് എങ്കിലും ദൈവികമായുള്ള പ്രഖ്യാപനവും വിളിയും പദ്ധതിയും ഇപ്രകാരമൊക്കെ നൽകിയിട്ടുണ്ട് എങ്കിലും സഭയിലെ വിവിധങ്ങളായ ശുശ്രൂഷകൾക്കായി ദൈവം അതിൽ നിന്ന് ഒരു കൂട്ടരെ വിളിച്ച് വേർതിരിച്ച് നിയോഗിക്കുന്നു എന്നുള്ളത് നമുക്ക് സ്വാഭാവികമായി ക്രൈസ്തവ വിശ്വാസത്തിലൂടെ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നു. അവരാണ് പട്ടക്കാർ, അല്ലെങ്കിൽ ശുശ്രൂഷകർ, അല്ലെങ്കിൽ പുരോഹിതർ, അല്ലെങ്കിൽ പൗരോഹിത്യ ശുശ്രൂഷ നിർവഹിക്കുന്നവർ എന്നൊക്കെ നമുക്ക് വ്യാഖ്യാനിക്കുവാൻ തക്കവണ്ണം കഴിയും. അതിനായിട്ട് അവരെ നിയോഗിക്കപ്പെടുന്നതിന് മുൻപ് ശുശ്രൂഷകൾക്കായിട്ട് വിളിക്കുകയും നിയോഗിക്കുകയും അവരെ അഭ്യസിപ്പിക്കുകയും മേൽ അധ്യക്ഷന്മാരുടെ കൈവയ്പിനാൽ അവരെ അനുഗ്രഹിച്ച് അവരെ ശുശ്രൂഷകൾക്കായി നിയോഗിക്കുകയും ചെയ്യുന്നത് നമുക്ക് സഭയുമായുള്ള ആ ഒരു കാഴ്ചപ്പാടിലൂടെ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. ഇവിടെയും അപ്രകാരം തന്നെ വിശുദ്ധ വേദപുസ്തകം സംഖ്യാപുസ്തകം 27-ാം അധ്യായം അതിന്റെ 23-ഉം 17-ാം അധ്യായം അതിന്റെ 1-ഉം അപ്പോസ്തല പ്രവൃത്തികൾ 6-6 മുതൽ ഉള്ള വാക്യങ്ങളും 13-ാം അധ്യായം അതിന്റെ 1 മുതൽ 3 വരെയുള്ളതായ വാക്യങ്ങളും ഒക്കെ വായിക്കുന്നതായ സന്ദർഭത്തിൽ ശുശ്രൂഷകൾക്കായിട്ട് നിയോഗിക്കുന്നത് കൈവയ്പോടുകൂടെയാണ്, അല്ലെങ്കിൽ മേലധ്യക്ഷന്മാരുടെ കൈവയ്പോടുകൂടെയാണ് ഓരോരുത്തരെ ശുശ്രൂഷകൾക്കായി കാലാകാലങ്ങളിൽ നിയോഗിച്ചിട്ടുള്ളത് എന്നുള്ളത് വേദപുസ്തകത്തിന്റെ പഴയ നിയമ കാഴ്ചപ്പാടിലൂടെയും പുതിയ നിയമ കാഴ്ചപ്പാടിലൂടെയും യേശു കർത്താവ് ശിഷ്യന്മാരെ നിയോഗിക്കുന്നതായ സന്ദർഭത്തിലും രണ്ട് വീതം ഓരോരുത്തരെ രണ്ട് വീതം വിളിച്ച് വേർതിരിച്ച് അവരെ കൈവച്ച് അനുഗ്രഹിച്ച് അവരെ ശുശ്രൂഷകൾക്കായിട്ട് നിയോഗിച്ചിരിക്കുന്നു എന്നുള്ളത് നമുക്ക് തിരുവചനത്തിലൂടെ കാണുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. പത്രോസ് അപ്പോസ്തലനെ നാം നോക്കുന്നതായ സന്ദർഭത്തിൽ വായിച്ചു കേട്ടതായ സുവിശേഷ ഭാഗത്തിൽ പത്രോസ് അപ്പോസ്തലനെ നാം നോക്കുന്നതായ സന്ദർഭത്തിൽ പുനരുത്ഥാനത്തിന്റെ സാക്ഷ്യം വഹിക്കുവാൻ തക്കവണ്ണം ഇടയായതായ ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്നു അപ്പോസ്തലനായ പത്രോസ് എന്നുള്ളത് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. യേശു കർത്താവിന്റെ മൂന്നാമത്തെ പുനരുത്ഥാനത്തിന് ശേഷം മൂന്നാമത് കർത്താവ് പ്രത്യക്ഷനാകുന്നത് തിബരിയാസ് കടൽക്കരയിൽ വെച്ചാണ്. അവിടെ ശിഷ്യന്മാർ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ട് നിരാശരായി കരയിലേക്ക് വരുന്നതായ സന്ദർഭത്തിലാണ് യേശു കർത്താവ് അവരെ സമീപിക്കുന്നത്. അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾ കൂട്ടുവാൻ വല്ലതുമുണ്ടോ എന്ന് ചോദിക്കുന്നതായ സന്ദർഭത്തിൽ അവർ പറയുകയാണ്, കർത്താവേ, ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചു, ഞങ്ങൾക്ക് ഒരു മീൻ പോലും ലഭിപ്പാൻ തക്കവണ്ണം സാധിച്ചില്ല എന്ന് നിരാശ നിറഞ്ഞതായ വാക്കുകളോട് അവർ വാക്കുകൾ കേൾക്കുന്നതായ സന്ദർഭത്തിൽ വല വീശുവാൻ തക്കവണ്ണം പറഞ്ഞപ്പോൾ 153 മീനുകൾ അടങ്ങുന്ന വലിയൊരു കൂട്ടം, പെരുത്ത മീൻകൂട്ടം അവർക്ക് ലഭിപ്പാൻ തക്കവണ്ണം ഇടയായി എന്നുള്ളതാണ്. ആ മീന് കരയ്ക്ക് വലിച്ചു കയറ്റി വരുന്നതായ സന്ദർഭത്തിൽ യേശു കർത്താവ് അവർക്ക് ആഹാരം ഒരുക്കി കാത്തിരിക്കുന്നത് നമുക്ക് അവിടെ കാണുവാൻ തക്കവണ്ണം കഴിയുന്നു. അങ്ങനെ ആഹാരം ഭക്ഷിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് യേശു ശീമോൻ പത്രോസിനോടുകൂടെ ചോദിക്കുന്നത്, നീ എന്നെ സ്നേഹിക്കുന്നുവോ? ഓ കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന്. ഇങ്ങനെ 3 പ്രാവശ്യം ചോദിക്കുന്നതായ സന്ദർഭത്തിലും 3 പ്രാവശ്യവും വളരെ അനുസരണയോടെ, വളരെ താഴ്മയോടെ, വിനയത്തോടെ ആ ദൗത്യം ആ പത്രോസ് അപ്പോസ്തലൻ ഏറ്റെടുക്കുന്നത് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നു. അപ്പോൾ ഒരു ശുശ്രൂഷകൻ, ഒരു പുരോഹിതൻ അല്ലെങ്കിൽ ഒരു പൗരോഹിത്യ ശുശ്രൂഷ എന്നുള്ള ആ ഒരു ചിന്തയിൽ പത്രോസ് അപ്പോസ്തലനിലൂടെ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നത്, താൻ വള്ളവും വലയും യേശു കർത്താവിന്റെ ക്ഷണം തനിക്കുണ്ടായതായ സന്ദർഭത്തിൽ വളരെ വിശ്വാസത്തോടെ, അനുസരണയോടെ, കേട്ട വിളിയെ മാനിച്ചുകൊണ്ട്, ബഹുമാനിച്ചുകൊണ്ട് പത്രോസ് അപ്പോസ്തലൻ യേശുവിനോടുകൂടെ വള്ളവും വലയും ഉപേക്ഷിച്ച് ഇറങ്ങിത്തിരിച്ച മനുഷ്യനായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയും. അപ്പോൾ പത്രോസ് അപ്പോസ്തലനെ കാണുന്നതായ 1-2 പോയിന്റുകൾ മാത്രം ഓർപ്പിക്കട്ടെ. സമർപ്പണത്തിന്റെ അല്ലെങ്കിൽ സമർപ്പിക്കപ്പെട്ട ഒരു ജീവിതത്തിന്റെ ഉടമയായിരുന്നു എന്നുള്ളത് പത്രോസ് അപ്പോസ്തലനിലൂടെ നമ്മെ അവിടെ ഓർപ്പിക്കുന്നുണ്ട്. ഒരു പട്ടക്കാരൻ അല്ലെങ്കിൽ ഒരു ശുശ്രൂഷകൻ സമർപ്പിക്കപ്പെട്ടവനായിരിക്കണം. എങ്കിൽ മാത്രമേ ജനത്തെ ആ ഒരു സമർപ്പണ മനോഭാവത്തിലേക്ക്, സമർപ്പണത്തിന്റെ അനുഭവത്തിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം കഴിയുകയുള്ളൂ. എങ്കിൽ മാത്രമേ സമർപ്പണത്തിലൂടെ ജനത്തെ രൂപാന്തരപ്പെടുത്തുവാൻ തക്കവണ്ണം സാധിക്കുകയുള്ളൂ എന്നുള്ളത് നമ്മെ ഇവിടെ ഓർപ്പിക്കുന്നുണ്ട്.
രണ്ടാമത്, അനുസരണയുള്ള വ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്നു പത്രോസ് അപ്പോസ്തലൻ എന്നുള്ളത് നമ്മെ അവിടെ ഓർപ്പിക്കുന്നുണ്ട്. അപ്രകാരം പട്ടക്കാരും ശുശ്രൂഷകരും അനുസരണയുള്ളവരായിരിക്കണം എന്ന് നമ്മെ അവിടെ പഠിപ്പിക്കുന്നുണ്ട്. എങ്കിൽ മാത്രമേ ജനത്തെ സമർപ്പണത്തിന്റെ, രൂപാന്തരത്തിന്റെ ആ ഒരു അനുഭവത്തിലേക്ക് അവരെ ജനത്തെ കൊണ്ടുവരുവാൻ തക്കവണ്ണം കഴിയുകയുള്ളൂ എന്നുള്ളത് ഓർപ്പിക്കുന്നു. മൂന്നാമതായിട്ട് പത്രോസിലൂടെ കാണുന്ന ഒരു ചിന്ത വിശ്വാസം ഉള്ള മനുഷ്യനായിരുന്നു, അല്ലെങ്കിൽ വ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ പട്ടക്കാരായ, അല്ലെങ്കിൽ ശുശ്രൂഷകരായ, അല്ലെങ്കിൽ പുരോഹിതരായ ഓരോ വ്യക്തിയും, ഓരോരുത്തരും അവരും യേശു കർത്താവിലുള്ളതായ വിശ്വാസം, സമൂഹത്തോടുള്ളതായ വിശ്വാസം, സഭയുമായുള്ളതായ വിശ്വാസം, ജനങ്ങളോടുള്ളതായ പരസ്പരമുള്ളതായ വിശ്വാസം, ഇങ്ങനെയൊക്കെയുള്ളതായ കാര്യങ്ങൾ അതിനോടനുബന്ധിച്ചുകൊണ്ട് നമുക്ക് ചിന്തിക്കുവാൻ തക്കവണ്ണം സാധിക്കും. ജനത്തെയും വിശ്വാസമുള്ളവരാക്കി രൂപാന്തരപ്പെടുത്തുവാൻ സാധിക്കണമെങ്കിൽ പട്ടക്കാരൻ യേശു കർത്താവിൽ, അല്ലെങ്കിൽ പുരോഹിതൻ യേശു കർത്താവിലുള്ളതായ അടിയുറച്ച വിശ്വാസമുള്ളവനായിരിക്കണം എന്നുള്ളത് നമ്മെ ഇവിടെ ഓർപ്പിക്കുന്നുണ്ട്. നാലാമതായിട്ട് പത്രോസ് അപ്പോസ്തലനിലൂടെ നാം ചരിത്രപരമായി ചിന്തിക്കുമ്പോൾ കാണുവാൻ തക്കവണ്ണം കഴിയുന്ന ഒരു വസ്തുതയാണ് സ്വർഗരാജ്യത്തിന്റെ താക്കോൽ സൂക്ഷിക്കുവാനുള്ള ഭാഗ്യം പത്രോസ് അപ്പോസ്തലനാണ് ലഭിച്ചത് എന്നുള്ളത് സുവിശേഷ ഭാഗത്തിലൂടെ വായിക്കുമ്പോൾ കാണുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. അത് വിശ്വസ്തനെങ്കിൽ മാത്രമേ അപ്രകാരമുള്ള പദവികൾക്ക് യോഗ്യരായി തീരുവാൻ തക്കവണ്ണം കഴിയുകയുള്ളൂ. അപ്പോൾ ശുശ്രൂഷകർ, പുരോഹിതർ, പട്ടക്കാർ ദൈവസന്നിധിയിൽ വിശ്വസ്തരായിരിക്കണം. എങ്കിൽ മാത്രമേ, അല്പത്തിൽ വിശ്വസ്തരായിരുന്നാൽ മാത്രമേ അധികത്തിൽ വിചാരിതനാക്കുവാൻ തക്കവണ്ണം ദൈവത്തിന് സാധിക്കുകയുള്ളൂ എന്നുള്ളത് നമ്മെ ഇവിടെ ഓർപ്പിക്കുന്നുണ്ട്. അഞ്ചാമതായിട്ട് പത്രോസിലൂടെ കാണുവാൻ തക്കവണ്ണം കഴിയുന്ന മറ്റൊരു ചിന്ത, യേശു കർത്താവിന്റെ രൂപാന്തരത്തിന് സാക്ഷ്യം വഹിക്കുവാൻ സാധിച്ച, അല്ലെങ്കിൽ സാക്ഷ്യം വഹിക്കുവാൻ തക്കവണ്ണം ഇടയാക്കിയ ഒരു മനുഷ്യനായിരുന്നു പത്രോസ് അപ്പോസ്തലൻ എന്നുള്ളത് നമ്മെ അവിടെ തിരുവചനത്തിലൂടെ വായിക്കുമ്പോൾ കാണുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. അപ്പോൾ ഈ വക കാര്യങ്ങളാണ് പത്രോസിനെ വളരെ മാന്യമായുള്ള, അല്ലെങ്കിൽ ദൈവവുമായുള്ളതായ ഒരു ശുശ്രൂഷ മനോഭാവത്തിലൂടെ, അല്ലെങ്കിൽ ഒരു പൗരോഹിത്യ ശുശ്രൂഷയിലൂടെ വളർത്തിയെടുക്കുവാൻ തക്കവണ്ണം ഇടയാക്കിയതായ പശ്ചാത്തലം എന്നുള്ളത് നമ്മെ ഇവിടെ ഓർപ്പിക്കുന്നുണ്ട്. തുടർന്ന് തന്റെ ശുശ്രൂഷകൾ വളരെ ഭംഗിയായി നിർവഹിക്കുവാൻ തക്കവണ്ണം സാധിച്ചു എന്നുള്ളത് അപ്പോസ്തലനായ പത്രോസിന്റെ ചരിത്രത്തിലൂടെ, ചരിത്ര ചിന്തകന്മാരുടെ, അല്ലെങ്കിൽ ചരിത്രകാരന്മാരിലൂടെ ഒക്കെ വായിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. അവസാനം തന്നെ രക്തസാക്ഷിയാക്കി, അല്ലെങ്കിൽ ക്രൂശിൽ തലകീഴാക്കി കൊന്നുകളഞ്ഞു എന്നുള്ളതാണ്, രക്തസാക്ഷിത്വം വരിക്കുവാൻ തക്കവണ്ണം ഇടയായി എന്നുള്ളതാണ് ചരിത്രം പറഞ്ഞിരിക്കുന്നത്, കാണുവാൻ തക്കവണ്ണം കഴിയുന്നത്. അപ്പോൾ വളരെ അനുസരണയോടെ, സമർപ്പണത്തോടെ, വിശ്വാസത്തോടെ പ്രവർത്തിക്കുവാൻ തക്കവണ്ണം കഴിഞ്ഞതായ അപ്പോസ്തലനായ പത്രോസിന്റെ ആ ഒരു ശുശ്രൂഷ മനോഭാവം അനേകരെ രൂപാന്തരത്തിലേക്ക് വഴിതെളിക്കുവാൻ തക്കവണ്ണം, രൂപാന്തരത്തിന്റെ അനുഭവത്തിലേക്ക് മാറ്റുവാൻ തക്കവണ്ണം ഇടയായത് ഈ കാലഘട്ടത്തിൽ ശുശ്രൂഷകരായിരിക്കുന്ന ഓരോ വ്യക്തിയുടെയും, ശുശ്രൂഷ ദൗത്യത്തിൽ ആയിരിക്കുന്ന ഓരോ വ്യക്തിയുടെയും കർത്തവ്യമാണ്, അല്ലെങ്കിൽ അത് അനുസരിക്കേണ്ടുന്നതാണ്, അല്ലെങ്കിൽ ഈ ജീവിത മാതൃക അവർക്കും മാതൃകയാണ്, അല്ലെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും മാതൃകയാണ് എന്നുള്ളത് നമ്മെ തിരുവചന ചിന്തയിലൂടെ ഓർപ്പിക്കുന്നത് കാണുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. ആ ഒരു അനുഭവത്തിലൂടെ പത്രോസ് അപ്പോസ്തലന്റെ ശുശ്രൂഷ മനോഭാവം അനേകരെ രൂപാന്തരത്തിന് കാരണമാക്കിയതുപോലെ നമ്മുടെ ഓരോരുത്തരുടെയും വിശ്വാസത്തോടെ, സമർപ്പണത്തോടെ, അനുസരണയോടുകൂടെയുള്ള ആ ഒരു ശുശ്രൂഷ മനോഭാവം അനേകരുടെ രൂപാന്തരത്തിന് കാരണമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നമ്മെ സമൃദ്ധിയായി അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യട്ടെ. ആമേൻ. പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. സർവശക്തനും കാരുണ്യവാനുമാകുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ കർത്താവേ, പട്ടത്വ ശുശ്രൂഷ എന്നുള്ളത് രൂപാന്തരത്തിനായിട്ടുള്ള രൂപാന്തരപ്പെടുത്തൽ എന്നുള്ള ആ ഒരു ചിന്ത അടിയങ്ങൾക്ക് പത്രോസ് അപ്പോസ്തലന്റെ ജീവിതവുമായി ഞങ്ങൾ തിരുവചനത്തിലൂടെ ധ്യാനിപ്പാൻ അങ്ങ് ഞങ്ങൾക്ക് ഇടവരുത്തിയ നല്ല സന്ദർഭത്തിനായി നന്ദിയോടെ ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു. കർത്താവെ, അങ്ങ് ഞങ്ങളെ രാജകീയ പുരോഹിത വർഗമായി, വിശുദ്ധ വംശമായി, സ്വന്തം ജനമായി അങ്ങ് ഞങ്ങളെ ഈ ലോകത്തിൽ അങ്ങയുടെ ശുശ്രൂഷകൾ നിർവഹിക്കുവാൻ കർത്താവെ വിവിധങ്ങളായ ശുശ്രൂഷ മേഖലകളിലൂടെ കർത്താവ് അനേകരെ ഈ നാളുകളിലാക്കി വെച്ചിരിക്കുമ്പോൾ പത്രോസ് അപ്പോസ്തലന്റെ വിശ്വാസവും അനുസരണവും കർത്താവെ വിനയവും തോടുകൂടെ ഉള്ളതായ ആ ഒരു ശുശ്രൂഷ മനോഭാവം കർത്താവെ ഞങ്ങളും സ്വീകരിച്ചുകൊണ്ട് മറ്റുള്ളവരെ രൂപാന്തരപ്പെടുത്തുന്ന ആ ഒരു അനുഭവത്തിലൂടെ ഞങ്ങളും ഈ ലോകത്തിൽ ജീവിപ്പാൻ തക്കവണ്ണം അങ്ങ് ഞങ്ങൾക്ക് ഇടവരുത്തുകയും ചെയ്യണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതിനായിട്ട് കർത്താവെ ഞങ്ങൾ കേട്ടതായ തിരുവചന ചിന്തകൾ ഞങ്ങൾക്ക് പ്രയോജനകരമായി തീരുവാൻ കർത്താവെ പ്രവർത്തിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപകളും അനുഗ്രഹങ്ങളും ധാരാളമായിട്ട് പകരണമേ. ഈ ഒരാഴ്ചയുടെ കാലം അങ്ങ് ഞങ്ങളെ കാത്തുപരിപാലിക്കണമേ.
വീണ്ടും വരുന്ന പരിശുദ്ധ ദിവസം ഞങ്ങൾ തിരുവാലയത്തിൽ ഒരുമിച്ച് കൂടുവാൻ തക്കമുള്ളതായ ഭാഗ്യം അങ്ങ് ഞങ്ങൾക്ക് തന്ന് അങ്ങ് ഞങ്ങൾ അനുഗ്രഹിക്കണമേ. ഈ ദേശത്ത് കർത്താവെ തുടർന്ന് മറ്റാർക്കും യാതൊരു തരത്തിലുള്ളതായ രോഗങ്ങള്, പ്രയാസങ്ങള്, ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാകുവാൻ തക്കവണ്ണം ഇടവരുത്താതെ സർവശക്തനായ ദൈവമേ അങ്ങ് അനുഗ്രഹിച്ച് എല്ലാവരെയും കാത്തു പരിപാലിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപകളും അനുഗ്രഹങ്ങളും ഈ നാളുകൾ ധാരാളമായിട്ട് പകർന്ന് അങ്ങ് വഴിനടത്തി കാത്തു പരിപാലിക്കണമേ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ക്രൂശിന്റെ മറവ് വഹിച്ച് അങ്ങ് ഞങ്ങളെ വഴിനടത്തി കാത്തു പരിപാലിക്കണമേ. എല്ലാ നന്മകളാലും നിറയ്ക്കണമേ. യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധമുള്ള നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. പിതാ, പുത്ര, പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവത്തിന്റെ അനുഗ്രഹം നാം എല്ലാ പ്രിയപ്പെട്ടവരോടും സഭയോടും കുടുംബങ്ങളോടും ദേശത്തോടും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.